മുജാഹിദിൽ പെട്ടുപോയ മുഴുവൻ ആളുകളും നിഷ്പക്ഷമായി ചിന്തിക്കണം. ഞാൻ വായിക്കാൻ പോകുന്നത് മുജാഹിദിന്റെ ഒരു ബുക്ക്. ആ മുക്തി മാർഗം എടുത്തിട്ടവനെ മുക്തി മാർഗം, മുജാഹിദിന്റെ മുക്തി മാർഗം. എന്താ മുക്തി മാർഗം? ഇത് പുറത്തുള്ള മൗലവിയല്ലേ, ഇതിന്റെ മുഖ്യാധികാര മൗലവിയാണ്. ഇതിന് അവതാരിക എഴുതിയ മുജാഹിദിന്റെ പ്രസിഡന്റ് ഡോക്ടർ ഉസ്മാനാണ്. അങ്ങനെ ഡോക്ടർ ഉസ്മാൻ അവതാരിക എഴുതിയ ഏറ്റവും വലിയൊരു കിതാബാണ്. പേര് മുക്തിമാർഗം, ഗീത ബൈബിൾ ഖുർആൻ സമന്വയ ദർശനം. മുട്ടശ്ശേരിയിൽ ഒരുപാട് മൗലവിമാരെ ഉണ്ട് ഇതിന് വായിച്ചു നോക്കിയിട്ട് ഭയങ്കരമായിട്ടുണ്ട് എന്ന് പറഞ്ഞ് എഴുതിയത്. ഇതില് വായിക്കുന്ന വാചകം കേട്ടോളെ, എന്തെല്ലാം വായിക്കുന്ന കേട്ടോ. എന്താ മുജാഹിദ് എന്ന് പഠിക്കണം. ഗീതയും ബൈബിളും ഖുർആനും, ഗീതയും ബൈബിളും ഖുർആനും ജ്ഞാനപ്രകാശം ചൊരിഞ്ഞ നേർവഴിയിലൂടെ, ഗീതയും ബൈബിളും ഖുർആനും ജ്ഞാനപ്രകാശം ചൊരിഞ്ഞ നേർവഴിയിലൂടെ ശ്രീകൃഷ്ണനും യേശുവും മുഹമ്മദ് നബിയും മോശയും ശ്രീവ്യാസനും ശാമോലും ശ്രീബുദ്ധനും അബ്രഹാമും നോഹയും ദാവൂദും മറ്റനവധി വിശുദ്ധരായ നബി പുങ്കവന്മാരും, നബിമാരെ പേരെല്ലാം കേട്ടില്ലെങ്കിൽ, നബിമാരെ പേരെല്ലാം കേട്ടില്ലേ, മറ്റനവധി നബി പുങ്കവന്മാരും മുനി ശ്രേഷ്ഠന്മാരുമൊത്തുള്ള ഈ ആത്മാന്വേഷണ യാത്രയുടെ പരിസമാപ്തിയിൽ മുക്തിമാർഗ കവാടത്തിൽ നാം ഇപ്പോൾ ഒന്നിച്ചെത്തിച്ചേർന്നിരിക്കുന്നു. അതിന്റെ മുമ്പ് പറയുന്ന വാദ്യം കേട്ടോ, നാമെന്ന് പറയാറില്ല, അള്ള ഇറക്കാട്ടോ. അതിനെ വായിച്ച് കേട്ടോ കേട്ടോളെ.